എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാംഗോ സാഗോ ഡെസേർട്ടാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ഈ ചവ്വരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 കപ്പ് ചവ്വരിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചവ്വരി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡെസേർട്ടിൽ ചേർത്ത് കൊടുക്കാനുള്ള സബ്ജ സീഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ചവ്വരി കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ ഒരു പഴുത്ത മാങ്ങയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ മാങ്ങ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങ ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പിസ്ത, ബദാം ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാംഗോ സാഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.